വിൽക്കുന്നവരുടെയൊക്കെ ഒരു സന്തോഷമുള്ള ദിവസമാണ്. ഏവർക്കും ഹരിപ്പാടൻസിലേക്ക് സുസ്വാഗതം. വീണ്ടും നമ്മൾ തോട്ടപ്പള്ളി ചാകരയുടെ കാഴ്ചകളിലേക്കാണ്. കഴിഞ്ഞ ആഴ്ച മഴയായതുകൊണ്ടൊന്നും അവിടുന്ന് ഒന്നും മീനൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ മാറിയിട്ടുണ്ട്. നമുക്ക് അകത്തോട്ടൊന്ന് പോവാം. നല്ല തിരക്കുണ്ട്. അപ്പം മീനുണ്ട് എന്നുള്ളതിന് തെളിവാണ്. മീനൊക്കെ ലോക്കൽ പർച്ചേസുകാർക്കൊക്കെ മീനൊക്കെ ഉണ്ടെന്ന്. ഇവിടെ നല്ല തിരക്കുണ്ടെന്ന്. ഇന്ന് അത്യാവശ്യം മീനൊക്കെ ഉള്ള ദിവസമാണ്. നല്ല മീനൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ഓപ്ഷനിലൂടെ മീൻ വാങ്ങിക്കാനാണ് എല്ലാവരും വന്നിട്ടുള്ളത്. ചെറിയ ചൂടയുണ്ട്. അതിങ്ങനെ കൊണ്ടുപോകുന്നു. ചൂടയുണ്ട്, കൊഞ്ചുണ്ട്. ഈ വരുന്നതെല്ലാം മത്തി, ചൂട, കൊഞ്ചൊക്കെയാണ് ഈ കൊണ്ടുവരുന്നതെല്ലാം. അവരിങ്ങനെ കൊട്ടയിൽ ഇങ്ങനെ കൊണ്ടുവരും. ഈ കൊട്ടയിലൊക്കെ കൊണ്ടുവരുന്നതിന് അവർക്ക് ഒരു കൊട്ടയ്ക്ക് ഇത്ര രൂപ എന്നുണ്ടോ? വലിയ കൊഞ്ചാണ്. 1450 രൂപ. ഇന്ന് എല്ലാ മീനും ഉണ്ട്. ചൂടയുണ്ട്, മത്തിയുണ്ട്, അയിലയുണ്ട്, കൊഞ്ചുണ്ട്, ഞണ്ടുണ്ട്. ഇത്രയും ഞണ്ട് കണ്ടോ. 500 രൂപയുടെ ഞണ്ടാണ്. ഒരു 10 കിലോ ഞണ്ട് കാണും. വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും നല്ല സന്തോഷം പകരുന്ന ഒരു ദിവസം. ഇവിടെ വന്നിട്ട് നിരാശരായിട്ട് പോകുന്ന മത്സ്യത്തൊഴിലാളികളും ആളുകളുമായിരുന്നു കുറച്ച് ദിവസമായിട്ട്. മഴയൊക്കെയാണ്. അപ്പം അതൊക്കെ മാറി. ഇഷ്ടം പോലെ മീനുണ്ട്. തോട്ടപ്പള്ളിക്ക് രാവിലെ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഹാർബർ തോട്ടപ്പള്ളി ജംഗ്ഷന് വടക്ക് ഭാഗത്താണ്. കായംകുളം ഭാഗത്തു നിന്ന് വരുമ്പോൾ നിങ്ങളൊരു 7 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് മീൻ വാങ്ങിച്ചു പോവാം. ഇഷ്ടം പോലെ ഉണ്ട്. 850 100 രൂപ. 850 ഇഷ്ടം പോലെ എല്ലാ മീനും ഉണ്ട്. ഇവിടുത്തെ മഴ കഴിഞ്ഞ് ഈ മത്സ്യം വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയൊക്കെ ഒരു സന്തോഷമുള്ള ദിവസമാണ്. നമുക്ക് ഏത് ബജറ്റിൽ ഇഷ്ടം പോലെ മീനുണ്ടെന്ന്. അപ്പൊ അടുത്ത വരും ദിവസങ്ങളിൽ ഇത് തുടരുമെന്ന് വിശ്വസിക്കാം. മീനൊക്കെ താഴെയിട്ട് ചവിട്ടും. ആർക്കും വേണ്ട. ഇതൊന്നും ആർക്കും വേണ്ട. ഇഷ്ടം പോലെ മീനുണ്ട്. മീനിങ്ങനെ ഹാർബറിലോട്ട് കയറ്റുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ. കടലിൽ നിന്ന് ഇറക്കമാണ്. അല്ലെങ്കിൽ ഇവിടെ വരെ വെള്ളം കാണുന്നതാ. മീൻ കിടക്കുന്നുണ്ട്. ഇവിടുന്ന് പെറുക്കുന്ന മീനാണ് ഈ സ്ത്രീകളൊക്കെ ഇവിടെ കൊണ്ടിട്ട് ലേലം ചെയ്യുന്നത്. ഇവിടുന്ന് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കണ്ടോ. ഒരു പാമ്പ് മാതിരി ഒരു സാധനം കിടക്കുന്നുണ്ടോ. ചത്ത് കിടക്കുന്നു. കണ്ടോ, ഒരു വലിയ പാമ്പ്. ആർക്കും വേണ്ട കിടക്കുന്നു. പാമ്പുമാര് ഒരു മീനാന്ന് തോന്നുന്നു. എന്താന്നറിയത്തില്ല. ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു അണലിയുടെ കൂട്ടൊക്കെ കിടക്കുന്നു. കണ്ടോ, ഭയങ്കര ഇതാണ്. മീൻ കിടക്കുന്നുണ്ടോ. ആർക്കും വേണ്ട. ഇതൊന്നും പെറുക്കിയെടുക്കാൻ ഇന്ന് ആളില്ല. കാര്യം ഇഷ്ടംപോലെ മീനുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊക്കെ അന്നേരം പെറുക്കിക്കൊണ്ട് പോയി. സ്ത്രീകളൊക്കെ ഇവിടെ കുറെ പേരുണ്ട്. കുറെ പ്രായം ചെന്നവരൊക്കെ ഉണ്ട്. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് പെറുക്കിയെടുത്ത് 100, 300, 500 ഒക്കെ ഇവിടുന്ന് ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു വിഭാഗം തമിഴരുൾപ്പെടെ ഉണ്ട്. ഇന്ന് നല്ലൊരു ദിവസമാണ്. ഇതിന്റെ പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. എനിക്കറിയത്തില്ല. പാമ്പ് മാതിരി കിടക്കുന്നു. എന്താണെന്നറിയത്തില്ല. ഒരു വിചിത്രമായ ജീവിയാണ്. മീനാന്ന് തോന്നുന്നു. കൊട്ട ഇങ്ങനെ കൊണ്ടുപോകുമ്പോ തന്നെ കുറെ മീൻ താഴെ വീഴും. അതൊന്നും അവരെടുക്കത്തില്ല. ഇവിടെ നിൽക്കുന്ന ഈ ചിങ്കിടികളൊക്കെ എടുത്ത് ജീവിക്കുന്നത് അതുകൊണ്ടാണ്. പരിക്ക് പറ്റി മരിച്ചു പോവാം. ഈ അഴുക്ക് കിടക്കുന്നത് എന്തെങ്കിലും ഒരു മാർഗം കല്ല് ഇതെന്തെങ്കിലുമൊക്കെ ചുമട്ടുകാരി
ഇവിടെ കിടന്ന് ശക്തസ്വരം പിടിക്കുക. ഏറ്റവും കൊള്ളുമ്പോ ഈ കല്ല് കാണാൻ പറ്റത്തില്ല. കല്ലല്ല, ഈ അരിക്കിനെ പറ്റി ഓപ്ഷൻസ് മെയിൻ ഓപ്ഷൻ നടക്കുന്ന സ്ഥലമാണ്. ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല, അത്രയധികം തിരക്കുണ്ട് ഇവിടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. അടുത്ത ദിവസം വീണ്ടും ഒരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.